ഷേർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്ക് +1 ക്ലാസ്സിലെ ഓൾ ക്വസ്റ്റ്യൻസ് ഫോമാറ്റ് ഇന്നത്തെ വീഡിയോ നമുക്ക് നോക്കാം. ഓക്കെ, വായിക്കാം. 1 മുതൽ 26 വരെയാണ് +1 ക്വസ്റ്റ്യൻ. അതിൻ്റെ എല്ലാ ഫോമാറ്റ്സ് അനുസരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം ഉണ്ട്, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, വായിച്ച് പഠിക്കണം. നമുക്ക് നോക്കാം. सूचना 1 से 5 तक के प्रश्नों के उत्तर कोष्टक से चुनकर लिखें. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക. എക്സാമ്പിളായി ഒരെണ്ണം നൽകിയിട്ടുണ്ട്. 5 മാർക്കാണ്. 5 ക്വസ്റ്റ്യൻ, ഓരോ മാർക്ക് വെച്ച് 5 എല്ലാ ക്വസ്റ്റ്യൻസും എഴുതിയിരിക്കണം. 5 എണ്ണം വരെ എഴുതിയിരിക്കണം. നമുക്ക് ഒന്നാമത്തെ വായിക്കാം. ദിലീപ് കിസ് കഹാനി കാ പാത്ര ഹേ. ദിലീപ് ഏത് കഹാനി സ്റ്റോറി കഥയിലെ കഥാപാത്രം ആകുന്നു? ആൻസർ നോക്കിയേ. ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ആണ് അപരാധെ, ദുഃഖെ, അനുതാപെ. അതിലെ ദുഃഖ് എന്ന സ്റ്റോറിയിലെ കഥാപാത്രമാണ് നമ്മുടെ ദിലീപ്. ആ ദുഃഖ് എന്ന് എഴുതി കൊടുക്കണം കേട്ടോ. അങ്ങനെ അതിൻ്റെ കൂടെ 4 ക്വസ്റ്റ്യൻസ് കൂടെ കാണും. നോക്കി എഴുതുക ബ്രാക്കറ്റിൽ നിന്ന്. അടുത്ത നോക്കിയേ. സൂചന 6 से 8 तक के प्रश्नों में सेकंड ही 2 प्रश्नों के उत्तर लिखें. 6 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും 2 പ്രശ്നം, 2 എണ്ണത്തിന് 2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോ ക്വസ്റ്റ്യൻസിനും 2 മാർക്ക് വെച്ചാണ്. 2 ക്വസ്റ്റ്യൻ ആയപ്പോൾ 4 മാർക്ക് കേട്ടോ. അങ്ങനെയാണ്. നോക്കി, തന്നിരിക്കുന്നത് 3 ക്വസ്റ്റ്യൻ കാണും. അതിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് എത്ര എണ്ണം എഴുതുക? 2 എണ്ണം എഴുതുക. നോക്കിയേ, 6ാമത്തെ ക്വസ്റ്റ്യനായിട്ടാണ് വരുന്നത്. നോക്കിയിരിക്കണം. സാർത്ഥക വാക്യമേ ബദലെ. സാർത്ഥക വാക്യത്തിലേക്ക് ബദലെ മാറ്റി എഴുതുക. ഒന്നിച്ചായിരിക്കാം എഴുതിയിരിക്കുന്നത്. നിങ്ങൾ അതിനെ ഓരോ ശബ്ദങ്ങളെയും സെപ്പറേറ്റ് ആക്കി എഴുതി കൊടുക്കണം കേട്ടോ. അവസാനം ഫുൾ സ്റ്റോപ്പ് കൂടി ഇടണം. നോക്കിയേ, വായിക്കാം. മേരെ ബായി ബച്പൻ സെ അബാഹിജ് ഥേ എന്ന് ഞാൻ എഴുതി. ലാസ്റ്റ് കണ്ട ഫുൾ സ്റ്റോപ്പ് കിടക്കുന്നേ. അതിൻ്റെ ഉത്തരം നോക്കിയേ. മേരെ ഭായി ബച്പൻ സെ അബാഹിജ് ഥേ. ഫുൾ സ്റ്റോപ്പ് ഇങ്ങനെ വേണം എഴുതി കൊടുക്കാൻ. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നോക്കി എഴുതുക. എല്ലാവർക്കും എഴുതാം. ഇനി അടുത്ത് 7ാമത്തെ ക്വസ്റ്റ്യനാണ്. പത്ര കി ബെഞ്ച് പെർ ക്യാ ക്യാ അങ്കിത് ഹേ. പത്ര കി ബെഞ്ചിൽ എന്തൊക്കെയാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നിട്ടുണ്ട് പാഠത്തിലെ കേട്ടോ. അതായത് 7ാമത്തെ ചോദ്യം എന്നുള്ളത് 2 മാർക്കിന് ക്വസ്റ്റ്യൻ ആ പാഠത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനായിരിക്കും വരുന്നത്. അടുത്ത 8ാമത്തെ ചോദ്യത്തിലേക്ക് നോക്കി. പ്രശ്നവാചക ശബ്ദം കി സഹായത സെ 2 പ്രശ്ന ബനായിയെ. പ്രശ്നവാചക ശബ്ദങ്ങളാണ് ബ്രാക്കറ്റ് തന്നിരിക്കുന്നത്. കോൻ ക്യാ. ആ ശബ്ദങ്ങളുടെ സഹായത്താൽ 2 ചോദ്യങ്ങൾ നിർമ്മിക്കുക എന്ന്. സെനൻസ് തരം. അതിനകത്തുനിന്ന് 2 ചോദ്യങ്ങൾ നിർമ്മിച്ച് കൊടുക്കണം. ബ്രാക്കറ്റിനകത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ്സ് ഏതാണോ അതിനെ അടിസ്ഥാനമാക്കി. ഇവിടെ തന്നിരിക്കുന്നത് കോൻ ക്യാ. ചിലപ്പോൾ കഹാം എന്ന വാക്കും കൊള്ളാം കേട്ടോ. കോൻ എന്ന് വെച്ചാൽ ആര്, ക്യാ എന്ന് വെച്ചാൽ എന്ത്, കഹാം എന്ന് വെച്ചാൽ എവിടെ. അങ്ങനെയാണ്. കഹ ഈ 3-ൽ ഏതെങ്കിലും 2 ശബ്ദങ്ങൾ, വാക്കുകളായിരിക്കും തരുന്നത്. നോക്കിയിരുന്നേ. ക്വസ്റ്റ്യൻ ബുജുർഗെ ആം കി ഗുഡലിയ ബോ രഹ ഹേ എന്നാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എഴുതുമ്പോൾ കോൻ വരുമ്പോൾ ആദ്യത്തെ ശബ്ദം തന്നെ ആയിരിക്കും. അത് മാറ്റിയിട്ട് കോൻ എന്ന അടിയിലാൽ മതി കേട്ടോ. അങ്ങനെ വരുള്ളൂ. അതുകൊണ്ട് ബുജുർഗ് എന്ന് വെച്ചാൽ പ്രായം ചെന്ന മനുഷ്യൻ എന്ത് ചെയ്യുക? ആം കി ഗുഡലിയ, ആ മാവിൻ്റെ അറിയില്ലേ, അതിൻ്റെ ബീജ് ബോ രഹാഹെ നട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എഴുതാം കോൻ. കണ്ടോ, കോൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആദ്യം. കോൻ ആം കി ഗുഡലിയ ബോ രഹാഹെ എന്ന് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ആഡ് ചെയ്യണം കേട്ടോ. 2ാമത്തെ ഒന്നുകൂടി എഴുതണം, ക്യാ ചേർത്ത്. നോക്കിയേ. ബുജുർഗെ ക്യാ ബോ രഹാഹെ ആം കി ഗുഡലിയ. കണ്ടോ, ഞാൻ ബ്രാക്കറ്റ് ഒരു ഇത് തന്നിരിക്കുന്ന റൗണ്ടിനകത്തെ കോൻ നോക്കി. ആദ്യത്തെ നോക്കിയേ. കോൻ ആം കി ഗുഡലിയ ബോ രഹാഹെ എന്ന് എഴുതി. 2ാമത്തത് ബുജുർഗെ ക്യാ ബോ രഹാഹെ. എന്താണ് ബോ രഹാഹെ? നട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ പാകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. അവിടെയും ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. അങ്ങനെ 2 ചോദ്യങ്ങൾ നമ്മൾ എഴുതി. അതാണ് 8ാമത്തെ ക്വസ്റ്റ്യൻ. എഴുതേണ്ടത് 6ഉം 8ഉം എഴുതുന്നതായിരിക്കും എളുപ്പം കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസർ എഴുതുമ്പോൾ സമയം പോകും. ഇതാകുമ്പോൾ വേഗത്തിൽ എഴുതാം. ഓക്കെ, 6ഉം 8ഉം എഴുതുക. 7ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയിരിക്കും, ഓർത്ത് വെച്ചിരിക്കുക. ഇനി അടുത്ത സൂചന നോക്കിയേ. കവിതാംശ പഠേ और 9 से 11 तक के प्रश्नों के उत्तर लिखे. കവിതാംശ ഒരു കവിതയുടെ പാഠഭാഗത്തിൽ നിന്നുള്ള നമ്മുടെ പാഠത്തിനെ ബേസ് ചെയ്തുള്ള പോയത്തിലെ ഏതെങ്കിലും ഒരു കവിത തരും. ഒരു സ്റ്റാൻസ തരും. അതിനെ ബേസ് ചെയ്ത് 9 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ഓപ്ഷൻ ഇല്ല, നോക്കി എഴുതണം. ഓരോ ക്വസ്റ്റ്യൻസും 9, 10, 11 കൃത്യമായി എഴുതണം. മാർക്ക് വേറെയാണ്. ഓക്കെ,
9ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ കവിതയെ ബേസ് ചെയ്ത് 1 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒന്നുകിൽ കവിയുടെ പേര്, അല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന ആ ഒരു സ്റ്റാൻസ ഉണ്ടാവുമല്ലോ, ആ സ്റ്റാൻസയ്ക്കകത്ത് നിന്ന് 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരും, നോക്കി എഴുതുക. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യന് 2 മാർക്കിൻ്റെ ആയിരിക്കും. അതും ആ സ്റ്റാൻസയെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, 2 മാർക്കിൻ്റെ. അത് നോക്കി എഴുതുക. എല്ലാ പാഠഭാഗത്ത്, അതായത് പോയത്തിൻ്റെ എല്ലാം കൂടിയുള്ള ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, അതിനകത്ത് കൃത്യമായിട്ട് തന്നിട്ടുണ്ട് പറഞ്ഞ്. അല്ലാതെ സെപ്പറേറ്റ് വീഡിയോകൾ ഓരോന്നും ഉണ്ട് കേട്ടോ. അത് വായിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കി പഠിക്കണം കൃത്യമായിട്ട്. അടുത്ത ഏറ്റവും നല്ല ആ മധുരത്വം നല്ല പാഠമാണ് കേട്ടോ, അത് കൊള്ളാവുന്ന പാഠമാണ് +1. അടുത്ത നോക്കി കവിതാംശയ്ക്ക് ആസ്വാദന ടിപ്പണിയിലേക്ക് കവിതാംശം വായിച്ചിട്ട് അതിൻ്റെ ആസ്വാദന ടിപ്പണി തയ്യാറാക്കുക. 6 മാർക്കാണ്. തന്നിരിക്കുന്ന സ്റ്റാൻസയുടെ മാത്രമല്ല ആ ഫുൾ പോയത്തിൻ്റെ സമ്മറി എഴുതി കൊടുക്കണം. ചില കുട്ടികൾക്ക് അറിയില്ല, അവർ ആ തന്നിരിക്കുന്ന സ്റ്റാൻസയുടെ മാത്രമാണ് എഴുതുന്നത്. അങ്ങനെയല്ല, 6 മാർക്കാണ്. അതുകൊണ്ട് ആ കവിതയെ ബേസ് ചെയ്ത് ആ കവിതയുടെ മൊത്തം ആശയം എഴുതി കൊടുക്കണം. ഓക്കെ, അങ്ങനെ 6 മാർക്ക്. അതാണ് 11 വരെയുള്ള ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് സൂചന നോക്കിയേ. ബാർഗസെ അല്ലേ, 12 മുതൽ എത്ര വരെയാണ്? 16 വരെയാണ് ചോദ്യങ്ങൾ തന്നിരിക്കുന്നത് കേട്ടോ. നോക്കി വേണം എഴുതാൻ. ക്വസ്റ്റ്യൻ എല്ലാം കൂടെ വെറുതെ എഴുതരുത്. ആദ്യം എല്ലാം എഴുതിയതിന് ശേഷം ഇങ്ങനെ ഇടയ്ക്കുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാം. അങ്ങനെ ആകുമ്പോൾ കുറേ ചുമ്മാതിരിക്കല്. എഴുതി തീർന്നതിന് ശേഷം ബാക്കി എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് കൂടെ എഴുതിയിട്ടേക്കുക കേട്ടോ, അതിൻ്റെ ആൻസേഴ്സ്. നോക്കി ഇവിടെ എത്രയാണെന്ന് നോക്കി. എത്ര മുതൽ? 12 മുതൽ 16 വരെയാണ് അല്ലേ ചോദ്യങ്ങൾക്ക്. എത്ര? കിൻഹി 3 പ്രശ്നമെങ്കിൽ ഉത്തരലിക്ക് ഏതെങ്കിലും 3 എന്ന് വെച്ചാൽ എത്രയാ? 3 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 12 മുതൽ 16 വരെ തന്നിരിക്കും. അതിൽ നിന്ന് സെലക്ട് ചെയ്ത് അറിയാവുന്നത് നോക്കി 3 എണ്ണം എഴുതുക. അത് ഏതാണ് നന്നേ അറിയാവുന്ന 3 എണ്ണം, അതിൻ്റെ നമ്പർ ഇട്ട് വേണം എഴുതാൻ. ഓക്കെ, നോക്കിയിരുന്നേ. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ദോഹ പടേ അവരെ ഭാവാർത്ഥത്തിലേക്ക് നമുക്ക് 5 ദോഹയുണ്ട്. അതിൽ നിന്നും ഏതെങ്കിലും ഒരു ദോഹ വരും, അത് വായിച്ചിട്ട് അതിൻ്റെ ഭാവാർത്ഥം എഴുതി കൊടുക്കുക. ക്വസ്റ്റ്യൻ നോക്കിയാൽ 3 എണ്ണത്തിന് 4 മാർക്ക് വെച്ചാണ് ഓരോന്നിനും കേട്ടോ. അങ്ങനെ 12 മാർക്കാണ് തന്നിരിക്കുന്നത് ആ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത്. 3 എണ്ണം എഴുതുക, 4 മാർക്ക് വെച്ച് 12 മാർക്ക്. ഇപ്പം ദോഹ ഉണ്ടായിരിക്കും അവിടെ, ദോഹയുടെ ക്വസ്റ്റ്യൻ ആയിരിക്കും അവിടെ കേട്ടോ. 5 ദോഹയും പഠിക്കണം. ഇമ്പോർട്ടൻറ്റ് ദോഹ പറഞ്ഞു തരും അടുത്ത വീഡിയോയിലേ കേട്ടോ, ഇമ്പോർട്ടൻസ് ഏതായിരിക്കും. അതുകൊണ്ട് ദോഹ വായിച്ച് പഠിക്കുക. 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം കവിയെ ബേസ് ചെയ്ത് എഴുതിയിട്ടേ എഴുതാവൂ, അങ്ങോട്ട് ബാക്കി എഴുതാവൂ. തന്നിരിക്കുന്ന ദോഹയുടെ ആശയം കേട്ടോ, കബീർദാസിനെ കുറിച്ച് എഴുതിയതിന് ശേഷമേ എഴുതാവൂ. ഇനി അടുത്ത നോക്കിയേ. കഥൻ പടേ ആർ ബെഡെ ഭായിക്ക് ചരിത്ര पर टिप्पणी लिखे. ബെഡെ ഭായിയുടെ, അതായത് അപരാധ് എന്ന സ്റ്റോറിയിലെ ബെഡെ ഭായിയുടെ ചരിത്രഗതി വിശേഷത എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് കേട്ടോ. ക്വസ്റ്റ്യൻ 13ാമത്തെ അതായിരിക്കും. ഒരാളുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ ചോദിക്കും. പാഠം കൊള്ളാവുന്ന ജുലൂസും ബെഡെ ഭായി നല്ലതാണ്. അപരാധ് എന്ന സ്റ്റോറിയിൽ തന്നിട്ടുണ്ട് കേട്ടോ, ഓരോ വീഡിയോയിലും തന്നിട്ടുണ്ട്. നോക്കി പഠിച്ചു വയ്ക്കുക. അവിടെ ക്യാരക്ടർ സ്കെച്ചും ഒന്ന് ദോഹയും ഓർത്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദോനോം പദവും കോ ജോഡ് കരേ ബാക്കിക്ക് പല്ലവൻ കരേ. നോക്കിയേ 2 ബോക്സ് തന്നിട്ടുണ്ട് അല്ലേ. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വേർഡ്സും ഉണ്ട്. ആ വേർഡുകൾ ആഡ് ചെയ്തിട്ട് വേണം ആ ഓരോ ബോക്സും ഫില്ല് ചെയ്യാൻ. നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചു കാണും പിരമിഡ്. ആ പിരമിഡിൻ്റെ ഒരു രൂപമാണ് ഇത് കേട്ടോ. നോക്കി വായിച്ചു തരാം. ഒരു എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. സംഭ്രാന്ത മഹിള കിഡ്കി സെ ബാഹറെ ഫേങ്ക്തി ജാ രഹി ധി എന്നതാണ്. അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ കൂടെ ഈ ഓരോ കോളത്തിൻ്റെയും റൈറ്റിൽ തന്നിരിക്കുന്ന വേർഡ് കൂടി ആഡ് ചെയ്തിട്ട് വേണം എഴുതാൻ. എങ്ങനെ എഴുതാം? സംഭ്രാന്ത മഹിള റെയിൽ ഗാഡിക്ക് കിഡ്കി സെ ബാഹർ ഫേങ്ക്തി ജാ രഹി ധി എന്നെഴുതാം. അടുത്ത നോക്കി. അടുത്ത ബോക്സിലെ സംഭ്രാന്ത മഹിള. അപ്പോൾ ആ റെയിൽ ഗാഡിക്ക് കിഡ്കി ആ സെൻറ്റൻസ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്യണം കേട്ടോ. സംഭ്രാന്ത് മഹിള റെയിൽ ഗാഡിക്ക് കിഡ്കി സെ ബാഹറെ എന്ത് ചെയ്യുന്ന കുച്ച് ചീസെ ഫേങ്ക്തി ജാ രഹീതി, എന്തോ ചീസുകളെ വെളിയിലേക്ക് എറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ വേണം എഴുതി കൊടുക്കാൻ. അതാണ് 2 പദങ്ങൾ ചേർത്തിട്ട് വാക്യത്തെ പല്ലവൻ കരേ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് നോക്കി എഴുതുക കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ എഴുതാൻ വളരെ സിമ്പിളാണ്. അറിയാമെങ്കിൽ കൃത്യമായിട്ട് എഴുതുക. 4 മാർക്ക് കിട്ടും കേട്ടോ. കൃത്യമായിട്ട് എളുപ്പം എഴുതുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് സമയം ലാഭിക്കാം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ. ഓക്കെ, ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ഒത്തിരി കാണും കേട്ടോ. നോക്കിയേ, അറിയില്ലെങ്കിൽ എഴുതല്ലേ, ക്യാരക്ടർ സ്കെച്ച് തന്നെ എഴുതാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ജീവന വൃത്താണ് തയ്യാർക്കാരോ. ഒരു ഓതറിൻ്റെ ആ പാഠത്തിലെ ഏതെങ്കിലും നമുക്കറിയാം ടെക്സ്റ്റിലെ കുറേ ഓതേഴ്സ് ഉണ്ട്. അതിൽ ഒരാളുടെ ബയോഡേറ്റ തയ്യാറാക്കാൻ ചോദിക്കും. ഒരു ക്വസ്റ്റ്യൻ അടുത്ത 15ാമത്തെ അത് തന്നെയാണ്. സെലക്ട് ചെയ്ത് പിന്നീട് പറയും കേട്ടോ. അടുത്ത വീഡിയോയിൽ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് തരും കേട്ടോ, അതിൽ പറയാം. നോക്കിയേ, അപ്പം ജീവൻ വൃത്തം എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്.
ജീവൻവൃത്തി തയ്യാർ കരോ, അതായത് ബയോഡേറ്റ തയ്യാറാക്കുക എന്ന ക്വസ്റ്റ്യനാണ് 4 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സഖി മിലൻ കരെ, ചേരുംപടി ചേർത്ത് എഴുതുക ശരിയായിട്ടുള്ളത്. ടേബിളാണ് നോക്കിയിരിക്കണം. സുന്ദർ ലിപി സെ ലിഖ്ന, അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കിയേ, സുന്ദരമായ ലിപി കൊണ്ട് എഴുതുന്നത് ആരായിരിക്കാം? ബാങ്ക് ക്ലർക്ക്. അത് വേണം. നീ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്, അത് ആദ്യം എഴുതുക. അങ്ങനെ നമ്പർ ഇട്ട് എഴുതി വയ്ക്കല്, കൃത്യമായിട്ടും അതാത് നേർക്ക് എഴുതി പോകണം കേട്ടോ. രണ്ടാമത്തെ അസ്സലാം നോക്കിയേ, ദോനം കുർദോമേം കറാബി, കണ്ടോ? ദോനം കുർദോമേം കറാബി എന്നുള്ളത് രണ്ടാമത് എഴുതുക. അടുത്ത കഖിന നഹി ആത്ത എന്ന പോയം എഴുതിയത് പവൻ കരനാണ്, അദ്ദേഹത്തിൻ്റെ പേര് അവിടെ ആ കോളത്തിൽ എഴുതുക. അടുത്ത ബീർബൽ സിംഗ് നയ ദാരോഗ, പുതിയ ഇൻസ്പെക്ടർ, കൃത്യമായിട്ട് നോക്കി എഴുതുക. ഇവിടം വരെ ആണ് അടുത്ത ചോദ്യം നമ്മൾക്ക് വന്നിരുന്നത് അല്ലേ? കറക്റ്റ് 12 മുതൽ 16 വരെ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു എഴുതാൻ എളുപ്പം ടേബിളാണ് ഒരെണ്ണം കേട്ടോ. പിന്നെ ദോനം പദം ജോഡുക്കർ, അത് കൊള്ളാം. അതിനുശേഷം ഈ നമ്മുടെ ജീവൻ വൃത്തി പരീക്ഷയ്ക്ക് കൊള്ളാൻ എഴുതാൻ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻസ് ആണത് കേട്ടോ, ജീവൻ വൃത്തി തയ്യാറാക്കുക എന്നത്. അല്ലെങ്കിൽ ക്യാരക്ടർ സ്കെച്ചോ ദോഹയും ടേബിളും ജീവൻ വൃത്തം എഴുതാൻ നോക്കുക ആദ്യം കേട്ടോ. ദോഹ 5 എണ്ണം പഠിച്ചാൽ മതി, കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ജീവൻ വൃത്തി, പിന്നെ ടേബിള്, അത് 3 എണ്ണം കൃത്യമായി എഴുതിയിട്ട് അവസാനം ബാക്കി അറിയാവുന്ന കൂടി എഴുതുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, സൂചന ഗദ്യാംശ പടേ 6% അല്ലേ? ഒരു ഗദ്യാംശം തരും, പാഠഭാഗത്തു നിന്നായിരിക്കും അത് തരും. അത് വായിച്ച് നോക്കിയിട്ട് എത്ര 17-18 ക്വസ്റ്റ്യൻസേ, അത് കറക്റ്റാണ്, കമ്പൽസറി ആയിട്ട് എഴുതണം അത് കേട്ടോ. അവിടെ ഓപ്ഷൻ ഇല്ല. 17-18 ഉത്തരം എഴുതുക. 17ാമത്തെ ക്വസ്റ്റ്യന് 2 മാർക്കാണ്. അത് ആ ഗദ്യാംശത്തിനകത്ത് കാണും, അതിൻ്റെ ആ പാസേജിനകത്ത് കാണും, നോക്കി എഴുതുക. പാഠഭാഗം വായിച്ചിട്ട് എന്ന് വെച്ചാൽ ആ ഗദ്യാംശം വായിച്ചിട്ട് അതിൽ നിന്ന് 2 മാർക്കിൻ്റെ സെലക്ട് ചെയ്ത് കൃത്യമായിട്ട് ആ സെൻറ്റൻസ് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് ഗദ്യാംശിക സംക്ഷേപൺ കരെ, ഗദ്യാംശന് സംക്ഷേപണം ചെയ്യുക എന്ന് വെച്ചാൽ ചുരുക്കി എഴുതുക. തന്നിരിക്കുന്ന പാസേജിനെ സംക്ഷേപണം എഴുതുക, ചുരുക്കി എഴുതുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഉത്തരം തന്നിരിക്കുന്ന നോക്കിയേ, സംക്ഷേപണം എഴുതുമ്പോൾ ശീർഷകം കൊടുത്തിരിക്കണം കേട്ടോ. അതിൻ്റെ ഹെഡ്ലൈൻ അല്ലെ ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം മാത്രമേ തന്നിരിക്കുന്ന പാസേജിൻ്റെ സംക്ഷേപണം എഴുതാവൂ. ഹെഡിങ് ഉണ്ടായിരിക്കണം കേട്ടോ. കുട്ടികൾക്കറിയില്ല, കുഞ്ഞുങ്ങൾ അത് ഹെഡിങ് എഴുതാതെ ക്വസ്റ്റ്യൻ ആൻസർ പോലെ എഴുതി വയ്ക്കും. അങ്ങനെയല്ല, 6 മാർക്കാണ്. കൃത്യമായിട്ടും അതിൻ്റെ ഹെഡിങ് ഉണ്ടായിരിക്കണം. 1 മാർക്ക് അതിനുള്ളതാണ്. അതിന് ശേഷം വേണം താഴേക്ക് ചുരുക്കി എഴുതാൻ. ഓക്കെ, അങ്ങനെ എഴുതുക കേട്ടോ. ചോദിക്കാൻ കൊള്ളാവുന്ന ഗദ്യാംശം പാഠഭാഗം നെക്സ്റ്റ് പറയും അതിൻ്റെ കൂടെ കേട്ടോ, ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് വരുന്നതിൻ്റെ കൂടെ അടുത്ത വീഡിയോയിൽ ഇട്ടേക്കും. അടുത്ത നോക്കിയേ, സൂചന. അടുത്ത സൂചന നമുക്ക് എത്ര മുതലായി? ഇപ്പോൾ 18 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. ഇനി നോക്കിയേ എത്ര മുതലായിരിക്കും? 19 തൊട്ട് 22 വരെ അല്ലേ? പ്രശ്നമേ സെക്കിൻ ഹി 3 പ്രശ്നമൊക്കെ ഉത്തരലിക്കേ. അപ്പോഴേ 19 മുതൽ 22 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും എത്ര എണ്ണം എഴുതണം? 3, അതായത് 3 എണ്ണം എഴുതുക. 3 എണ്ണം എഴുതുമ്പോൾ 6 മാർക്ക് വെച്ചാണ് ഓരോ ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് കൃത്യതയോടുകൂടി വേണം എഴുതാൻ. 6 മാർക്കിന് ക്വസ്റ്റ്യനാണ്, തെറ്റിക്കല്ലേ. അങ്ങനെ 18 മാർക്കാണ് 3 ക്വസ്റ്റ്യൻസിന്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്ന ഭാഗങ്ങളിലാണ് മാർക്ക് കൂടുതൽ കേട്ടോ. നോക്കിയേ, അങ്ങനെ 6 മാർക്ക് വെച്ച് 3 എണ്ണം 18 മാർക്ക് ശ്രദ്ധിച്ച് വേണം എഴുതാൻ. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, सितंबर 5 सितंबर 5 शिक्षक दिवस या अध्यापक दिवस है। इस अवसर पर आपके स्कूल में विविध प्रतियोगिताओं का आयोजन हो रहा है। അതിനെ ബേസ് ചെയ്ത് നമ്മുടെ സ്കൂളിലെ വ്യത്യസ്തമായ മത്സരങ്ങളൊക്കെ പല പരിപാടികൾ പ്രോഗ്രാം ഏർപ്പാട് ചെയ്തിരിക്കുന്നു. ഉസ്കേലിയെ ഏക്ക് പോസ്റ്റർ തയ്യാർ കരെ, അതിനുവേണ്ടി ഉചിതമായിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കുക എന്നാണ് ചോദ്യം. പോസ്റ്ററിൻ്റെ ചോദ്യം അവിടെ ആയിരിക്കും കേട്ടോ. ഏതെങ്കിലും ഇമ്പോർട്ടൻസ് ഡേയ്സ് തന്നിട്ട് അതിനെ ബേസ് ചെയ്ത് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ. ഹിന്ദി ദിവസം അങ്ങനെ ഒത്തിരി ഉണ്ട്, കേരള ദിവസം ഒരുപാടുണ്ട്. ഇമ്പോർട്ടൻസ് ഡേയ്സ് ആണ്. അത് ഏതാണെന്ന് വെച്ചാൽ നോക്കി എഴുതണം പോസ്റ്റർ കൃത്യമായിട്ട്. ജലദിവസവും കൊള്ളാം കേട്ടോ. അപ്പോൾ അത് എഴുതുമ്പോൾ പോസ്റ്റർ എന്ന വാക്ക് ഉണ്ടായിരിക്കണം. കുട്ടികൾ എഴുതത്തില്ല, വെറുതെ അങ്ങ് എഴുതും. മക്കളെ അങ്ങനെയല്ല, ആദ്യം പോസ്റ്ററിന് എഴുതണം. ആ പോസ്റ്റർ എന്ന വാക്ക് വെളിയിൽ വെച്ച് വേണം കോളം വരയ്ക്കാൻ കേട്ടോ. ആ പോസ്റ്ററിൻ്റെ ആ കോളത്തിൻ്റെ ആദ്യം, അതായത് പോസ്റ്ററിന് താഴെയായിട്ട് ഹെഡിങ്, ഹെഡിങ് കൊടുക്കുക. ഏതാ? സിതംബർ. ഇവിടെ എന്താ? 5 എന്താ? ശിക്ഷക ദിവസമാണ്. അപ്പം നമുക്ക് എഴുതണം ശിക്ഷക ദിവസ സമാരോഹം എന്ന് എഴുതുക. അതിൻ്റെ ഫോമാറ്റാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ താഴേക്ക് സ്ഥാനെ, താരീഖ്, സമയം, അത് 3 കൂടെ എഴുതിയിട്ട് കൃത്യമായിട്ട് അതൊരു ചെറിയ കോളത്തിനകത്ത് ആക്കണം. പിന്നീട് എന്താ ചെയ്യുന്നത്? ഉദ്ഘാടൻ ആരാണോ അത്, മേഘമാൻ അതിഥി ആരാണോ അത്, അതിനുശേഷം വേണേൽ സഞ്ചാലക കോർഡിനേറ്റർ കൂടി ആഡ് ചെയ്യാം.
പിന്നീട് കാര്യക്രമം പ്രോഗ്രാം എന്തൊക്കെയാണോ അതെഴുതുക. എഴുതിയതിന് ശേഷം സബ്കാ സ്വാഗതം എന്ന് താഴേക്ക് മാറ്റി എഴുതുക. എന്നിട്ട് കോളം പൂർത്തീകരിക്കുക. ഇതാണ് പോസ്റ്ററിൻ്റെ ഫോമാറ്റ് കേട്ടോ. മനസ്സിലായല്ലോ? സ്ഥാനെ താരിഖ് സമയ കോളം, പിന്നെ ഉദ്ഘാടൻ മേഘമാൻ സഞ്ചാലക കാര്യക്രമം, അതിനുശേഷം സബ്കാ സ്വാഗത്. ഇങ്ങനെയാണ് പോസ്റ്ററിൻ്റെ ഫോമാറ്റ്. ഇങ്ങനെയാണ്. കൃത്യമായിട്ട് അത് വായിച്ച് പഠിച്ച് വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടല്ലോ. അടുത്ത നോക്കിയേ, 20ാമത്തെ ചോദ്യത്തിലേക്ക് നോക്കിയേ. മിट्टी के तेल की डिबरी के प्रकाश में देखा वह दृश्य उनकी आंखों के सामने से न हटाता था. ആ മണ്ണെണ്ണ വിളക്കിൻ്റെ മങ്ങിയ പ്രകാശം അതിൽ അദ്ദേഹം കണ്ടു. ആ ദൃശ്യം എനിക്ക് ആ കണ്ട ദൃശ്യത്തെ അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ അരികിൽ നിന്നും മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്നുവെച്ചാൽ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ അത് വന്നു. ഉസ് ദിൻ കി ദിലീപ് കി ഡയറി ലിഖേ, ആ ദിനത്തെക്കുറിച്ച് ദിലീപിൻ്റെ ഡയറി തയ്യാറാക്കുക. എക്സാം ചോദിക്കാൻ കൊള്ളുന്ന ഡയറിയാണ് ദിലീപിൻ്റെ പാഠം കേട്ടോ. ദുഃഖേ നോക്കിയേ, അതിന് താഴേക്ക് 2-3 പോയിൻറ്റ്സ് ഇങ്ങനെ തന്നിരിക്കും. അത് ബേസ് ചെയ്ത് നിങ്ങൾ ഡയറി തയ്യാറാക്കണം. തന്നിരിക്കുന്ന പോയിന്റ് നോക്കിയേ. ബച്ചേസെ ഫേൻ്റെ കുട്ടിയായിട്ടുള്ള ആ സന്ദർശനം, പിന്നെ മാം കി പരേശാനി അമ്മയുടെ വ്യാകുലതകൾ, മാം ബേട്ടെ കാ പ്യാർ രണ്ടുപേരുടെയും സ്നേഹം, അസലി ദുഃഖ കാ പഹചാൻ ആ തുലന യഥാർത്ഥമായ ദുഃഖത്തെ തിരിച്ചറിയുകയും അതിനെ തുലന താരതമ്യം ചെയ്യുകയും ചെയ്തു. അങ്ങനെ പോയിന്റ് തന്നു സഹായിക്കാൻ വേണ്ടി കേട്ടോ. തന്നിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിലുണ്ട്, നോക്കണം അത് കേട്ടോ. നോക്കിയേ, ഉത്തരം തന്നിരിക്കുന്നതിന് ഫോമാറ്റ് ഞാൻ തന്നു. ഡയറി എഴുതുമ്പോൾ ആദ്യം ഡയറി എന്ന് എഴുതുക. അതിനുശേഷം താഴേക്ക് എന്ത് ചെയ്യണം? താരിഖ് പിന്നെ ഡേറ്റ്, അതായത് ഡേറ്റും ഡേയും ആഡ് ചെയ്യണം. താരിഖ് എന്ന് വെച്ചാൽ ഡേറ്റ് ആണ്, അതിൻ്റെ താഴേക്ക് ഡേ കൊടുക്കുക. ഡേ ഞാനിവിടെ സോമവാർ എന്നെഴുതി കേട്ടോ. ലെഫ്റ്റിലേക്ക് മാറ്റി വേണം എഴുതാൻ. അതിനുശേഷം തുടക്ക ലൈൻ നോക്കിയേ. ആജ് ബെഡ മാനസിക സംഘർഷ കാ ദിൻ ഥാ, ഇന്നെനിക്ക് വലിയ മാനസിക സംഘർഷം നിറഞ്ഞ ദിവസം ആയിരുന്നു. എന്നിട്ട് ദിലീപിൻ്റെ ഡയറി അങ്ങോട്ട് എഴുതുക, കോളത്തിനകത്താക്കി കൊടുക്കുക കേട്ടോ. കൃത്യമായിട്ട് കോളം വരച്ച് വേണം ഡയറി എഴുതാൻ. ഡയറിന്ന് എഴുതി താരിഖും ഡേറ്റും ഇട്ടിട്ടേ എഴുതി തുടങ്ങാവൂ. ചുമ്മാതെ എഴുതല്ലേ, എഴുതിയ ഡയറി ആകില്ല. ഓക്കെ, 6 മാർക്കാണ്, ഓർത്തിരിക്കണം കൃത്യമായിട്ടും കേട്ടോ. ഒരു ഡയറിയുടെ പോർഷൻ അവിടെ തന്നെ ആയിരിക്കും, അത് നോക്കുക. നെക്സ്റ്റ് 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം, അസ്ലം കെ ബാരെ മേ നയ റിക്ഷാവാല കി ബാത്തേ സുൻകരെ യാത്രികോ ദുഃഖ ആയ. അസ്ലമിനെ പറ്റി പുതിയ റിക്ഷാവാലയുടെ കാര്യങ്ങൾ കേട്ടപ്പോൾ യാത്രികനെ ദുഃഖം വന്നു. ഇസ്കെ ബാരെ മേ നയ റിക്ഷാവാല और യാത്രിക ബീച്ച് ബാത്ചീത്തിലേക്ക്, അതിനെ അടിസ്ഥാനമാക്കി നയ റിക്ഷാവാലയുടെയും യാത്രികൻ്റെയും ഇടയിലുള്ള ബാത്ചീത്ത് സംഭാഷണം തയ്യാറാക്കുക. സംഭാഷണം നോക്കിയാൽ നമുക്കറിയാം, ക്വസ്റ്റ്യൻ അവിടെ തന്നെയായിരിക്കും സംഭാഷണത്തിൻ്റെ കേട്ടോ. 21ാമത്തെ ചോദ്യമായിരിക്കും. നോക്കി കൃത്യമായിട്ട് എഴുതുക ബാധ്യത്തെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി 22ാമത്തെയാണ്. അംഗ്രേസി സംവാദ് കാ ഹിന്ദി മേ അനുവാദ് കരെ. ഒരു ഇംഗ്ലീഷിൻ്റെ പോർഷൻ തരും, അതിനെ ഹിന്ദിയിലേക്ക് മാറ്റി എഴുതുക, അനുവാദം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് എത്ര എണ്ണം എഴുതണം? 3 എണ്ണം എഴുതിയാൽ മതി. നമുക്കറിയാമല്ലോ, 19 മുതൽ 22 വരെ ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. എഴുതാൻ പോസ്റ്റർ ശ്രമിക്കണം. പോസ്റ്റർ എഴുതുമ്പോൾ മറന്നുപോലെ ഒരു പേപ്പറിനകത്ത്, ഫുൾ പേപ്പറിനകത്ത് എഴുതാവും കേട്ടോ. കൃത്യമായിട്ട് കോളം വരയ്ക്കണം, മറന്നുപോലെ. അപ്പം നിങ്ങൾ എഴുതുക. ഒന്ന് പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി പഠിക്കുക, പിന്നെ ഒന്ന് ഡയറി. നിങ്ങൾക്കറിയാം, നമ്മുടെ പാഠത്തിനെ ബേസ് ചെയ്തുള്ളതാണ്. ഡയറി പഠിക്കുക. അടുത്തത് വേണമെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ബാധ്യത സംഭാഷണം എഴുതാം കേട്ടോ. എഴുതുക. എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് 3 എണ്ണം സെലക്ട് ചെയ്ത് വേണം എഴുതാൻ കേട്ടോ. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ അത് സെലക്ട് ചെയ്ത് എഴുതുക. ഓക്കെ, അടുത്ത സൂചന നോക്കിയാൽ എത്ര? നമ്മൾ 22 വരെയാണ് പറഞ്ഞു നിർത്തിയല്ലേ. ഇനി 23 തൊട്ട് എത്ര വരെയാണ്? 26, 26 വരെയാണ് പ്രശ്നങ്ങൾക്ക് കിൻഹീത്തീൻ. അവിടെയും 3 ചോദ്യങ്ങൾക്ക് വേണം ഉത്തരം എഴുതാൻ. 23 മുതൽ 26 വരെയുള്ള ചോദ്യങ്ങളിൽ നിന്നും നിങ്ങൾക്കറിയാവുന്ന, നല്ലതുപോലെ അറിയാവുന്ന 3 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. അത് ഓരോ ക്വസ്റ്റ്യൻസിനും 8 മാർക്കാണ്. ഓർത്ത് വെച്ചേക്കണം, 8 മാർക്കാണ്. ക്വസ്റ്റ്യൻ കളയില്ല. ഒരു ചോദ്യം പോയി കഴിഞ്ഞാൽ A+ പോയി കേട്ടോ. അതുകൊണ്ട് കൃത്യമായിട്ടും പഠിക്കുക. 3 ക്വസ്റ്റ്യൻസ് 8 മാർക്കിൻ്റെ 24 മാർക്ക്. ഓക്കെ, അതിലെ 23ാമത്തെ ചോദ്യം നോക്കി. കിസി മൻ പസന്ത് ഫിലിം കി സമീക്ഷ കരെ. ക്വസ്റ്റ്യൻ അവിടെ തന്നെ, അത് തന്നെയായിരിക്കും കേട്ടോ. ഏതെങ്കിലും മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ഫിൽമി സമീക്ഷ തയ്യാറാക്കുക. ബ്ലാക്ക് തന്നെ പഠിച്ചുകൊണ്ട് പോവുക, അത് തന്നെ കിട്ടും. ഒരു 8 മാർക്കിൻ്റെ അത് തന്നെ കിട്ടും, പഠിക്കുക കേട്ടോ. അടുത്ത നോക്കിയേ. ഹിന്ദി और अंग्रेजी के 8 सही പാരിഭാഷിക ശബ്ദ ജോഡിലികെ. ഹിന്ദിയിൽ നിന്ന് ഇംഗ്ലീഷ്. ഇവിടെ കുറേ ഹിന്ദി വാക്കുകളും അംഗ്രേസി വാക്കുകളും ഇംഗ്ലീഷ് വാക്കുകളും തന്നിട്ടുണ്ട്. അത് 8 എണ്ണമാണ്. 8 എണ്ണവും എഴുതണം. 8 അതിനെ പാരിഭാഷിക ശബ്ദത്തിലേക്ക് മാറ്റി എഴുതുക. ഇംഗ്ലീഷ് എഴുതിയിട്ട് ഹിന്ദി എഴുതുക. ഓക്കെ,
അങ്ങനെ എഴുതുക. 8 എണ്ണം കൃത്യമായിട്ട് അത് എഴുതാൻ ശ്രമിക്കാൻ നല്ലതാണ്. വേഗത്തിൽ ക്വസ്റ്റ്യൻ തീരും. 8 മാർക്കിന് മറ്റേ എഴുതാൻ ഒത്തിരി എഴുതണം. ഇതാകുമ്പോൾ കറക്റ്റായിട്ട് എളുപ്പം 8 വേർഡ് എഴുതിയാൽ മതി അല്ലേ. ഓക്കെ, സെർച്ച് കണ്ടോ ഞാൻ തന്നിട്ടുണ്ട്. സെർച്ച് എന്ന് വെച്ചാൽ കോജ് എന്നാണ്. വരച്ചിട്ടിരിക്കുന്നതാണല്ലേ, വരച്ച് കൊടുക്കല്ലേ, നിങ്ങൾ എഴുതി തന്നെ കൊടുക്കണം കേട്ടോ. ഇന്ന് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തേ. സെർച്ച് എന്ന് എഴുതി അതിൻ്റെ നേരെ കോജ് എന്ന് എഴുതി കൊടുക്കുക. അടുത്ത ക്യാൻസൽ എന്ന് വെച്ചാൽ റദ്ദ് കരേ കണ്ടോ. അടുത്ത എഡിറ്റിംഗ് എന്ന് വെച്ചാൽ ഈഷൻ. നെക്സ്റ്റ് ഇൻപുട്ട് അന്തർപാതെ. ഫോർമാറ്റ് എന്ന് വെച്ചാൽ പ്രാരൂപേ. നെക്സ്റ്റ് ട്രാഷ് എന്ന് വെച്ചാൽ കൂടെതാനെ. പബ്ലിക് എന്ന് വെച്ചാൽ സാർവജനിക്. ഫയൽ സഞ്ചിക. ഓക്കെ, അങ്ങനെ നോക്കി എഴുതി പഠിക്കുക. നിങ്ങളതിനകത്ത് നിന്ന് പഠിച്ചു വയ്ക്കണം കേട്ടോ. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. എല്ലാ വർഷവും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, മസ്റ്റായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അതും ഫിൽമി സമീക്ഷയും പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും എഴുതാൻ കഴിയും ആ ക്വസ്റ്റ്യൻസ്. ഓക്കെ, 23 കഴിഞ്ഞു അല്ലേ. അടുത്ത നോക്കിയേ, 23 24 നമ്മൾ പഠിച്ചു. ഇനി 25 ക്വസ്റ്റ്യനാണ്. सिल्वर कंपनी की ओर से एक इलेक्ट्रिक स्कूटर आने वाली है. इसकी बिक्री बढ़ाने के लिए एक विज्ञापन तैयार करें. സിൽവർ കമ്പനി മുഖാന്തരം ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വരുന്നുണ്ട് അവരുടെ. അതിനെ ബിക്രി എന്ന് വെച്ചാൽ അതിൻ്റെ കച്ചവടം കൂട്ടാൻ വേണ്ടിയുള്ള ഒരു വിജ്ഞാപനം, അഡ്വർടൈസ്മെൻറ്റ് തയ്യാറാക്കുക. ക്വസ്റ്റ്യൻ അഡ്വർടൈസ്മെൻറ്റ് ഉണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. പോസ്റ്ററും അഡ്വർടൈസ്മെൻറ്റും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഉണ്ടാകും കേട്ടോ. പഠിക്കണം അത്. അത് എഴുതി നോക്കിയാൽ അതിന് താഴേക്ക് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി 2-3 പോയിന്റ് ഇട്ടേക്കും. നോക്കി ഇവിടെ ഇങ്ങനെ 60 കിലോമീറ്റർ മൈലേജ്. വെടിയ ഇഞ്ചൻ ക്ഷമത ആണ്, നല്ല ഇഞ്ചൻ ക്ഷമതയാണ്. പിന്നെ ഫുൾ ചാർജുമേ എത്ര 200 കിലോമീറ്റർ തക്ക് ദൗഡിന ഓടുമെന്ന് അങ്ങനെ അവർ തന്നിരുന്നു. ആൻസർ എഴുതാൻ നോക്കിയേ. വിജ്ഞാപൻ എന്ന് വേണം ടൈറ്റിൽ എഴുതാൻ. ആദ്യം വിജ്ഞാപൻ എന്ന് എഴുതിയിട്ട് അതിൻ്റെ താഴേക്ക് എന്താണോ ക്വസ്റ്റ്യൻ അതിന് ഉചിതമായിട്ടുള്ള ഹെഡിങ് കൊടുക്കുക കണ്ടോ. എന്നിട്ട് താഴേക്ക് അതിനെ ബേസ് ചെയ്തുള്ള പോയിന്റുകൾ താഴേക്ക് എഴുതുക. പിന്നെ ചിത്രം വരയ്ക്കണം. ഞാൻ വിജ്ഞാപനം തന്നിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ കൃത്യമായിട്ടും നല്ലതുപോലെ. അത് എടുത്ത് കൃത്യമായിട്ട് നോക്കുക, പഠിക്കുക കേട്ടോ. ഒരു ഫുൾ ഷീറ്റിനകത്ത് എഴുതി കൊടുക്കണം. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. എന്നിട്ട് വിജ്ഞാപനം കംപ്ലീറ്റ് ആക്കിയിട്ട് കോളത്തിനകത്ത് വേണം ആക്കാൻ. അങ്ങനെയാണ് എഴുതേണ്ടത്. ഫുൾ ഷീറ്റ് നിറച്ച് കൃത്യമായിട്ടും എഴുതണം കേട്ടോ. ചിത്രം വരച്ചിടുക. ഓക്കെ, പരീക്ഷയ്ക്ക് അങ്ങനെ കാണും കേട്ടോ. വിജ്ഞാപനം ഉണ്ട്, പഠിച്ചു വയ്ക്കണേ. അടുത്ത് നോക്കിയേ, 26 क्वेश्चन, लास्ट क्वेश्चन നോക്കിയിരിക്കണം. केरल में कोविड-19 को रोकने के लिए सरकार की ओर से की कई कार्यवाहियों की जानकारी पाने के लिए साहिले के बीके नगर कोटयम की ओर से सार्वजनिक सूचना अधिकारी स्वास्थ्य मंत्रालय केरल सरकार के नाम सूचना का अधिकार पत्र तैयार करे. നമുക്കറിയാമല്ലോ, വിവര അവകാശ പത്രമാണ്, കത്താണ്. ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. 8 മാർക്ക് തന്നെ ഉണ്ടാകും. അതിൻ്റെ ഫോമാറ്റ് പഠിച്ച് വെച്ചിരിക്കണം കേട്ടോ. സിമ്പിളായിട്ട് എഴുതാം. ലെറ്റർ എഴുതുകയാണെങ്കിൽ 8 മാർക്ക് പെട്ടെന്ന് കിട്ടും. ഞാനിവിടെ COVID-19 കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അതിനെ അടിസ്ഥാനമാക്കിയാണ് തന്നിരുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. എൻ്റെ ഫോമാറ്റ് നോക്കിയിരിക്കുക. ഇത് എഴുതുമ്പോൾ ആദ്യം നിങ്ങൾ സൂചന അധികാർ പത്രം എന്ന് എഴുതണം കേട്ടോ. ആദ്യം ചെയ്യേണ്ടത് നമ്പർ ഇട്ടിട്ട് സൂചനാധികാർ പത്രം എന്ന് എഴുതുക. എന്നിട്ട് അതിൻ്റെ താഴേക്ക് മാറ്റി സേവാമേ 2 ആർക്കാണോ എഴുതുന്നത് അത് എഴുതുക. സാർവജനിക സൂചനാധികാരി എന്ന് എഴുതാം കേട്ടോ. അതിൻ്റെ താഴേക്ക് നമുക്ക് ക്വസ്റ്റിനകത്ത് നോക്കി വേണം 2 ആർക്കാണോ അഡ്രസ്സ് എഴുതുക. ഇവിടെ ആർക്കാണ്? സ്വാസ്ഥ്യ മന്ത്രാലയ ഇല്ലേ, കേരള സർക്കാർ അറിയാലോ. സാർവജനിക സൂചനാധികാരി സ്വാസ്ഥ്യ മന്ത്രാലയ, ആരോഗ്യ വകുപ്പ് കേട്ടോ. പിന്നെ കേരള സർക്കാർ അങ്ങനെ എഴുതുക. എഴുതിയിട്ട് അങ്ങ് റൈറ്റിലേക്ക് മാറ്റി എന്ത് ചെയ്യണം? സ്റ്റാമ്പ് എന്നെഴുതി 10 രൂപ എന്ന് ഞാൻ കൊടുത്തു. അതങ്ങനെ തന്നെ എഴുതുക. ഒരു കോളത്തിനകത്ത് വേണം സ്റ്റാമ്പ് എന്നെഴുതി ഇതുപോലെ എഴുതാൻ. എന്നിട്ട് ഇങ്ങോട്ട് മാറ്റി താഴേക്ക് കോളം വരച്ച് വേണം എഴുതാൻ കേട്ടോ. അല്ലാത്ത പോലെ അല്ല എഴുതുന്നത്. നിങ്ങൾ വിവരാവകാശ കത്താണ്, ഇതേപോലെ എഴുതാം. അതിൻ്റെ ഫോമാറ്റ് ഇത് തന്നെയാണ്. 5 കോളങ്ങൾ വരും. അതിൽ ഈ 5 കോളങ്ങളും കൃത്യമായിട്ട് ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുക. ആവേദകൻ്റെ പേര് ഇവിടെ സാഹിലാണ്, അത് എഴുതാം നമുക്ക്. പിന്നെ ഡാക്കിൻ്റെ പദ, ഡാക്കിൻ്റെ എന്ന് വെച്ചാൽ നമ്മുടെ അഡ്രസ്സ്, പൂർണ്ണമായിട്ടുള്ള അഡ്രസ്സ് എഴുതുക. പിന്നെ സൂചനാക്കാ വിഷയം, ഇവിടെ എന്ത് സൂചനാ വിഷയമാണോ അത് എഴുതുക. ഇവിടെ COVID-19 ആണ്, അപ്പോൾ അതെന്താണോ ക്വസ്റ്റ്യൻ നോക്കി എഴുതുക. പിന്നെ മാങ്കി ഗെയ് സൂചനാക്കാ വിവരൺ, നമ്മൾ ആവശ്യപ്പെട്ടുള്ള സൂചനയുടെ വിവരണങ്ങൾ ആ കോളത്തിൽ എഴുതണം. 1, 2, 3 വിവരണങ്ങൾ കൊടുക്കണം കേട്ടോ. നമ്മൾ ആവശ്യപ്പെട്ട വിവരണങ്ങൾ എന്താണോ അത് 1, 2, 3 തന്നിട്ടുണ്ട് വേറെ വീഡിയോയിൽ കൃത്യമായിട്ട് കേട്ടോ. ഇത് ആൻസറായിട്ട് തന്നെ നോക്കണം. അടുത്ത നോക്കിയേ, സൂചന ഡാക്ക് യാ ദസ്തിമേ, സൂചന ഡാക്ക് മുഖാന്തരമാണോ ദസ്തിയാണോ എന്നുവെച്ചാൽ ഡാക്ക് ദ്വാര, ഡാക്ക് പോസ്റ്റ് ഓഫീസ് മുഖാന്തരം മതി. ആ കോളം അതുപോലെ തന്നെ എഴുതുക. ബാക്കി 4 കോളങ്ങളും നോക്കി എഴുതണം. ക്വസ്റ്റ്യനെ ബേസ് തന്നെ എഴുതുക കേട്ടോ. നോക്കി എഴുതുക. എന്നിട്ട് അവിടെ കോളം തീർക്കണം. അതിൻ്റെ താഴേക്ക്
റൈറ്റിലേക്ക് മാറ്റി ആവേദകെ ആപ്ലിക്കൻ്റ് എന്ന് എഴുതിയാൽ മതി. ആവേദകെ കോമ കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ പദാന്ന് വെച്ചാൽ പൂർണ്ണമായ അഡ്രസ്സ് കൊടുത്ത് ഫുൾ സ്റ്റോപ്പ് ഇടുക. ലെഫ്റ്റിലേക്ക് മാറ്റി സ്ഥാനെ കോമ താരിഖ് ഡേറ്റ്. ഇതാണ് എന്താ സൂചന അധികാർ പത്രം. ഇതിൻ്റെ ഫോർമാറ്റ് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇത് ഇത്രയും പഠിക്കുക കേട്ടോ. ഇത്രയും പഠിച്ചാലേ 1, 2, 3, 4 കോളങ്ങൾ മാത്രം എഴുതിയാൽ മതി. ബാക്കി ഇതിനകത്തുണ്ട് കേട്ടല്ലോ. ആ 4 കോളത്തിൻ്റെയും ഇത് ക്വസ്റ്റ്യനകത്തും ഉണ്ടാകും. നോക്കി വേണം എഴുതാൻ. ഓക്കെ, ഇത്രയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ +1 കേട്ടോ. ഈ ക്വസ്റ്റ്യൻസെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, വൃത്തിയായിട്ട് നോക്കി പഠിച്ചു വയ്ക്കുക കേട്ടോ. എന്നിട്ട് ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് ഡയറിയും പോസ്റ്ററ് ഡയറി പിന്നെന്തുവാ ബാധ്യത്തെ, അതായത് സംഭാഷണം കോൺവെർസേഷനെ, അതാണ്. പിന്നെ ഇത് വിജ്ഞാപനം, ഇങ്ങനെയൊക്കെയുള്ളത് അടുത്ത ക്ലാസ്സിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് പറയും. ഓക്കെ, ക്യാരക്ടർ സ്കെച്ച് ഒക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്താം. ഓക്കെ, എല്ലാവരും പഠിക്കണേ, നല്ലതുപോലെ പഠിച്ച് എല്ലാവരും A+ മേടിക്കുക മാത്രം, ഫുൾ മാർക്ക് മേടിക്കണം എല്ലാവരും കേട്ടോ. ഓക്കെ, 100ൽ 100 മാർക്ക് മേടിക്കണം. ശരി. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ശരി.